അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്കയോടെ ഉയരുകയാണ്. ഒറ്റക്കാര്യം ആലോചിച്ചാൽ മതി, ഇതിൻ്റെ ഫറ്റാലിറ്റി റേറ്റ്, അതായത് മരണം സംഭവിക്കാൻ സാധ്യത 100 പേരിൽ രോഗമുണ്ടായിക്കഴിഞ്ഞാൽ 97 പേർക്ക് മരണം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. ചില വിവരങ്ങൾ, പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി. അമീബിക് മസ്തിഷ്ക ജ്വരവും എന്ന് പറയുന്ന അപൂർവവും മാരകവുമായ ഒരു രോഗമാണ്. തലച്ചോറ് തിന്നുന്ന അമീബ എന്ന് വിശേഷിക്കപ്പെടുന്ന ഏകകോശ ജീവിയാണ് രോഗത്തിന് കാരണം. ഈ അമീബ കെട്ടിക്കിടക്കുന്നതോ ഒഴുക്ക് കുറഞ്ഞതോ ആയ ജലത്തിലാണ് കാണപ്പെടുന്നത്. കുളങ്ങൾ, തടാകങ്ങൾ, നീർച്ചാലുകൾ എന്നിവയിൽ എല്ലാം ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടാവും. കോഴിക്കോട് ചതുപ്പ് പ്രദേശത്തെ കിണറുകളിലും അമീബയെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. രോഗം വരാതെ തടയാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. കുളങ്ങൾ, കനാലുകൾ, പുഴകൾ എന്നിവിടങ്ങളിൽ കുളിക്കുമ്പോഴും നീന്തുമ്പോഴും ശ്രദ്ധിക്കുക. മൂക്കിൽ വെള്ളം കയറുന്ന ഒഴിവാക്കുക. മുങ്ങിക്കുളിക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതെ നോക്കണം. മൂക്കിലേക്ക് വെള്ളമൊഴിക്കുകയോ വലിച്ചു കയറ്റുകയോ ചെയ്യരുത്. വാട്ടർ തീം പാർക്കുകളിലേക്കും സ്വിമ്മിംഗ് പൂളുകളിലേക്കും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം. കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്യുന്നത് അമീബയെ നശിപ്പിക്കാൻ സഹായിക്കും. വെള്ളത്തിന്റെ അടിത്തട്ടിലെ ചെളി കലക്കുന്നത് ഒഴിവാക്കുക. പലപ്പോഴും അമീബ അടിത്തട്ടിലെ ചെളിയിലാണ് കാണപ്പെടുന്നത്. പായൽ പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളത്തിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും ഒഴിവാക്കണം. വർഷങ്ങളായി വൃത്തിയാകാത്ത ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. മൂക്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ, തലയിൽ ക്ഷതമേറ്റവർ, തലയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പനി, ശക്തമായ തലവേദന, ഓക്കാനം, ഛർദി, കഴുത്തു തിരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. ജലാശയങ്ങളിലൊക്കെ നീന്തി തുടിച്ച് കുളിക്കുക എന്നുള്ളത് മലയാളിയുടെ ശീലമാണ്. പലയിടത്തും നീന്തൽ പരിശീലനങ്ങൾ നടക്കാൻ വേണ്ടി കുളങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കാലമാണ്. പക്ഷേ ഈ മുന്നറിയിപ്പുകൾ ഗൗരവത്തോടെ കാണുക. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 97% മരണസാധ്യതയുള്ള ഒരു രോഗമാണ് എന്നുള്ളതുകൊണ്ട്